ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലർ ഈ എന്താ പറയുക, വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് ചിലർ പറയാം അവനൊരു പെങ്കോന്തനാണെന്നൊക്കെ പറയുന്നത് കേൾക്കാം. ചില അമ്മായിപ്പം അയാളൊരു പാവം, അയാൾ ആ സ്ത്രീയുടെ താളത്തിനനുസരിച്ച് തുള്ളി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ കൊണ്ട് ഒരു കാര്യമില്ല, ഒരു കഥയില്ല, ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്താ പൊതുവെ കുറേ ആണുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പുരുഷന്മാരെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചപ്പം ഞാനും കണ്ടിട്ടുണ്ട് അങ്ങനെ എന്താ ഒതുങ്ങി ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. പക്ഷേ ചില സമയങ്ങളിൽ അവരെന്ത് ചെയ്യും, തൻ്റെ ദേഷ്യം പ്രകടിപ്പിക്കാറുമുണ്ട്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർക്ക് നല്ല ഉള്ളിൽ ഒരു വിവരം ഉണ്ടെന്ന് പറയാം ഇത്തിരി. അതായത് തൻ്റെ ഭാര്യയെ താൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരത്രയും ഒതുങ്ങുന്നത്. ചില സ്ത്രീകൾ എന്താണ്, ഞാൻ പറയുന്നത് മാത്രമേ നടക്കാവൂ എന്ന അമിതമായ വാശി കാണും. വിവാഹം കഴിയുമ്പോഴത്തേക്കും ഈ സ്ത്രീയുടെ സ്വഭാവം എന്താണെന്ന് തൻ്റെ ഭർത്താവ് മനസ്സിലാക്കും. ഇങ്ങനെയാണ്, അവളെ പല രീതിയിലും മാറ്റിയെടുക്കാൻ ശ്രമിക്കും. ലാസ്റ്റ് പരാജയം മാത്രമായിരിക്കും. എല്ലാ രീതിയിലും നോക്കിയാലും പരാജയം സംഭവിക്കും. എപ്പോഴും എന്താണ് കലഹമായിരിക്കും. അത് അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നങ്ങളും മറ്റുമായിരിക്കും. എല്ലാ മാർഗവും അടഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ പുരുഷനൊരു തീരുമാനമെടുക്കും, തൻ്റെ ഭാര്യ ഇങ്ങനെയാണ്, പക്ഷെ അവൾ സ്നേഹമുള്ളവളാണ്, അവൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവളാണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യും, ഇനി ഞാൻ അവൾക്ക് ഒരു സ്ഥാനം കൊടുക്കാം. അവളുടെ പ്രശ്നം എന്താണ്, ആവശ്യമില്ലാതെ അവളുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക. അവൾ പറയുന്നത് ശരിയാണെന്ന് അങ്ങ് സമ്മതിച്ചു കൊടുത്താൽ പ്രശ്നമില്ലെങ്കിൽ പിന്നെന്താണ്, അതങ്ങ് നടക്കട്ടെ, ഇല്ലേ? ഒരാൾ, ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ, ഒന്ന് താഴ്ന്നു നിൽക്കുന്നത് എപ്പോഴും നല്ലതാണ്. മിക്കവാറും പുരുഷന്മാർക്ക് അത് കഴിയുകയില്ല. അത് സ്ത്രീകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും. തെറ്റ് ചെയ്യുന്നത് ഭർത്താക്കന്മാരാണെങ്കിലും ഭാര്യമാരിലേക്ക് അത് അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. ചിലരതിനെ എതിർക്കുമ്പോഴാണ് ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങൾ വഷളാകുന്നത്. ഇത് മനസ്സിലാക്കുന്ന ഭർത്താവ് താനങ്ങ് ഒതുങ്ങിയേക്കാം. ആളുകൾ പറയുമായിരിക്കും അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് പെങ്കോന്തനാണ്, എന്നാലും കുഴപ്പമില്ല, വീട്ടിൽ കലഹമുണ്ടാവില്ല, പ്രശ്നങ്ങളുണ്ടാവില്ല, സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് അയാളൊന്ന് പരീക്ഷിച്ച് നോക്കും എന്തായാലും. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, പ്രശ്നങ്ങളില്ല, സമാധാനമായിട്ട് പോകുന്നു, സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നു, ഇല്ലേ? ഒരുപാട് ചിന്തയും പ്രശ്നങ്ങളും ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അയാൾ തീരുമാനിക്കും ഇതാണ് നല്ലത്. കാരണം അവൾ പറയുന്ന കാര്യങ്ങളെ എതിർത്ത് അതിൻ്റെ പേരിൽ വഴക്കുണ്ടായി, ബഹളമുണ്ടായി, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം പ്രശ്നം ഉണ്ടാകുന്നതിനെക്കാട്ടിൽ ഏറ്റവും നല്ലത് എന്താണ്, ഈ ഒരവസ്ഥ തന്നെയാണ് എന്ന് ചില പുരുഷന്മാർ തീരുമാനിക്കും. കാരണം തർക്കിച്ചിട്ടോ എതിർത്തിട്ടോ കാര്യമില്ല ഭാര്യയുടെ മുന്നിൽ. പിന്നെന്താണ്, കീഴടങ്ങി ജീവിക്കാം. ഞാൻ തമാശയോട് പറയുന്നത്, കീഴടങ്ങി ജീവിക്കാം എന്ന് ചിന്തിക്കും. അതൊരു ബുദ്ധി കൂടിയാണ്. അതൊരിക്കലും അയാളുടെ ഒരു കീഴടങ്ങൽ എന്ന് പറയാൻ പൂർണ്ണമായിട്ടും പറ്റത്തില്ല. മനസ്സുകൊണ്ട് അയാൾ കീഴടങ്ങി അങ്ങനെ നിൽക്കുന്നെങ്കിലും അയാളാണ് യഥാർത്ഥ ജേതാവ്. ഒരു കണക്കിൽ പറഞ്ഞാൽ അയാളൊരു ജേതാവാണ്. കാരണം എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ലത്, അല്ലേ? ഒരു ഭർത്താവ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൽ, അല്ലേ? ഭാര്യ അതിൻ്റെ താഴെ നിൽക്കണമെന്നുള്ളതാണ്. ഇവിടെ ഭാര്യയ്ക്കൊരു സ്ഥാനം കൊടുത്തിട്ട് ഭർത്താവ് മാറി നിൽക്കുക എന്ന് പറയുമ്പോൾ അത് അയാളുടെ ഒരു വലിയ മനസ്സാണ്. അയാൾ ചിന്തിക്കുന്നത് എൻ്റെ കുടുംബം നന്നായിട്ട് പോകണം, സമാധാനം വേണം. അത് അയാൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പം പിന്നെ അങ്ങനെ നിന്നോട്ടെ, ഇല്ലേ? അപ്പോൾ താനവിടെ തോറ്റുപോകുകയല്ല, താനവിടെ ജയിക്കുകയാണ്. മനസ്സ് നിയന്ത്രിക്കാൻ അയാൾക്ക് പറ്റുന്നുണ്ട്, അയാളുടെ സമാധാനം ലഭിക്കുന്നുണ്ട്, വീട്ടിൽ പ്രശ്നങ്ങളില്ല. അപ്പം അയാളല്ലേ ജയിച്ചത്. ഭാര്യയ്ക്ക് എന്താണ്, എവിടെ ചെന്നാലും അങ്ങനെ നിൽക്കുന്ന ഭാര്യമാരെ ആരെങ്കിലും അംഗീകരിക്കുമോ പൊതുവെ? അതായത് ഭാര്യയാണ് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ഭർത്താവ് ഒഴിഞ്ഞു നിൽക്കുകയാണ്, ഒരു പാവത്താനെ പോലെ, ഒരു പെൺകൊന്തനെ പോലെ എന്ന് പറയുമ്പോൾ അവിടെ തോറ്റുപോകുന്നത് ശരിക്കും ഭാര്യയാണ്, അല്ലേ? ഇതറിയുന്ന കുറേ ആളുകൾ കാണും, ഇവരാണെല്ലാം. അപ്പോൾ എന്താണ്, ആരും ആ സ്ത്രീക്കൊരു ബഹുമാനവും കൊടുക്കുകയില്ല,
ഭർത്താവിനെ അടിമയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ എന്നേ എല്ലാവരും പറയുള്ളൂ. ശരിയല്ലേ? അപ്പോൾ അവിടെ ജയിക്കുന്നത് ഭർത്താവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പെൺകോന്തൻ എന്നൊന്നും വിളിക്കുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അത് അയാളുടെ ഒരു കഴിവാണ്. മറ്റുള്ളവർക്ക് അതിന് കഴിയേയില്ല. അങ്ങനെ നിൽക്കാനും ആ ഒരു രീതിയിൽ നിൽക്കാനും ഒന്നും എല്ലാ പുരുഷന്മാർക്കും കഴിയേയില്ല അല്ലേ? അതാണ് അവരുടെ വിജയം. ഇനി നേരെ തിരിച്ച് സ്ത്രീകൾക്കും ഉണ്ട്. സ്ത്രീകളെല്ലാം സഹിച്ചിട്ട് ഭർത്താവ് പറയുന്നത് എന്തും നടക്കട്ടെ എന്ന് പറയുന്നു. എന്ത് പറഞ്ഞാലും പ്രതികരിക്കാതെ വഴക്കോ ചീത്തയോ അടിയോ ഒക്കെ കൊണ്ടെല്ലാം സഹിച്ച് കഴിയുന്ന ഒരു വിഭാഗം ആളുകൾ സ്ത്രീകളുണ്ട്. അത് അവരുടെ വിജയമാണ്. എല്ലാവർക്കും അത് കഴിയത്തില്ല. ഇങ്ങനെ എല്ലാവർക്കും കഴിയാതെ ഇതിൻ്റെ പേരിലൊക്കെയാണ് ഡിവോഴ്സുകൾ നടക്കുന്നത്. ആ സ്ത്രീ എന്താണ് കരുതുന്നത്? എൻ്റെ വീട്, എൻ്റെ കുടുംബം, വഴക്കും ബഹളമൊന്നും വേണ്ട, ഒതുങ്ങി ജീവിക്കാം. അവിടെ ആർക്കാണ് വിജയം ഉണ്ടാകുന്നത്? ആ സ്ത്രീക്കാണ്. കാരണം ആ സ്ത്രീ എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്നു അല്ലേ? അവിടെ ഒരിക്കലും അങ്ങനെയുള്ള ജീവിതത്തിൽ സമൂഹം ആ പുരുഷനൊരു വലിയ വിലയൊന്നും കൊടുക്കില്ല. അവനങ്ങനെയാണ്, ഇത്രയൊക്കെ ബോധമുണ്ടായിട്ട് ആ പെങ്കൊച്ച് അല്ലെങ്കിൽ ആ സ്ത്രീ അങ്ങനെ നിൽക്കുന്നില്ലേ എന്നേ പറയുള്ളൂ. അവിടെ സ്ത്രീയാണ് വിജയിക്കുന്നത്. അതാണ് ജീവിതത്തിലെ കുറേ വ്യത്യസ്തമായ ചിന്തകൾ എന്ന് പറയുന്നത്. അത് ഓരോ മനസ്സിന് കിട്ടുന്ന ഓരോ അനുഭവങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അത്തരത്തിലുള്ള മനസ്സുകളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരിക്കലും ഞാൻ അതിനെ ഒന്നും എതിർത്ത് ഞാൻ ഒരിക്കലും ചിന്തിക്കില്ല. അത് അവരുടെ ഒരു ഒരു പ്രത്യേകതരം കഴിവ് തന്നെയാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാനും നിൽക്കാനും ഒക്കെ കഴിയുന്നത്. ഇതിന് കഴിയാത്ത കുറേ മനസ്സുകൾ അവരെ കളിയാക്കുമായിരിക്കാം. പക്ഷേ അതും ഒരു നല്ല കാര്യമാണ്. പിന്നെ എപ്പോഴും ഒരു അടിമയെപ്പോലെ അല്ലെങ്കിൽ ഭാര്യ പറയുന്നത് മുഴുവൻ കേൾക്കണ്ട. ഇടയ്ക്ക് ആവശ്യമെന്ന് തോന്നിയാൽ ഒരിക്കലെങ്കിലും പ്രതികരിക്കണം. അവരത് പ്രതികരിക്കും. അതെത്ര അടിമകളെപ്പോലെ പോയാലും അല്ലെങ്കിൽ ഭാര്യയെ അനുസരിച്ചെന്നാലും ഒരാവശ്യം വന്നാൽ തീർച്ചയായിട്ടും ആ പുരുഷൻ പ്രതികരിക്കും. നല്ല രീതിയിൽ പ്രതികരിക്കും. ആ പ്രതികരണം സ്ത്രീക്ക് മനസ്സിലാവുകയും ചെയ്യും. അവൾ ആ പുരുഷനെ അനുസരിക്കുകയും ചെയ്യും ആ സമയത്ത്. കാരണം അവളും പതുക്കെ മനസ്സിലാക്കാൻ തുടങ്ങും തൻ്റെ പുരുഷൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്, തൻ്റെ പുരുഷനെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് സമൂഹം തനിക്കൊരു വിലയും നൽകുന്നില്ല എന്നൊക്കെ പതുക്കെ സ്ത്രീ മനസ്സിലാക്കാൻ തുടങ്ങും. അത് ഓരോ പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ഒരു സമയം ആകുമ്പോഴത്തേക്കും പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച ചെയ്യാൻ ഈ സ്ത്രീയും ശ്രമിക്കും. അവർ പുതിയത് പഠിച്ചു തുടങ്ങും. അപ്പോഴേക്കും ജീവിതത്തിൽ നല്ല സമയങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഒരു സൈഡിലേക്ക് വരുന്നൊരു സമയമാണ് വാർദ്ധക്യത്തിൻ്റെ കാലം. അപ്പോൾ അവിടെ പിന്നെ വഴക്കും ബഹളവും വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ. ആരെയാണ് സഹായം ചെയ്യുന്നതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആരെയും വിഷമിപ്പിക്കാനും ശത്രുവാക്കാനും ഒന്നും കൂടുതലും ശ്രമിക്കാറില്ല. എല്ലാം അപ്പം ഒന്ന് അടങ്ങി വരും. അതുവരെ ആളിക്കത്തിക്കൊണ്ടിരുന്ന അഗ്നി പതുക്കെ അല്ലേ, അണയുന്നതിന് മുമ്പുള്ള ആളിക്കത്തലെന്ന് കേട്ടിട്ടില്ലേ? അപ്പം ഇങ്ങനെ ആളിക്കത്തും. പിന്നീട് ആ ജ്വാലകൾ കുറഞ്ഞു വരും. അതുപോലെയാണ് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാകുന്നത്. അത് പതുക്കെ ഇല്ലാണ്ടാവുന്നത്. ശരിയല്ലേ? ചിലതൊക്കെ ഞാൻ പറയുന്ന ആശയങ്ങൾ ചിലർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവാം. ചിലരിതെന്താണ് വിചാരിക്കുന്നത്. പക്ഷേ ശ്രദ്ധയോട് കൂടെ കേട്ടാൽ പലർക്കും പല ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളതാണെന്നൊക്കെ തോന്നും. എന്തായാലും വാർദ്ധക്യം എത്തുമ്പോഴേക്കും എല്ലാം ഒന്നും ആറിത്തണുക്കും. അപ്പോഴേക്കും പല തീരുമാനങ്ങൾ, ഞാനൊരു നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പല തീരുമാനങ്ങളും തെറ്റായിരുന്നു എന്നൊക്കെ മനസ്സിലാവും. പക്ഷേ വാർദ്ധക്യത്തിൽ അത് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ ശരിയായ തീരുമാനങ്ങൾ എടുക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊക്കെ 100 കാര്യങ്ങളുണ്ട്. ശരിയല്ലേ?